ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോക്കായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ മിസ്റ്റേക്സും അതുപോലെ തന്നെ ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് എൻ്റെ പ്ലസ് വണ്ണിൻ്റെ തന്നെ മോശമായിട്ട് തന്നെ വേണം പറയാം. കാരണം ഒന്നും പഠിക്കാനോ പരീക്ഷ എഴുതി അങ്ങനെ റിസൾട്ട് വന്നു, നല്ലപോലെ കുറഞ്ഞു. അപ്പം ബേസിക്കലി എനിക്ക് ഭയങ്കര സങ്കടവും പിന്നെ 2 ദിവസം കരച്ചിലൊക്കെ ആയിരുന്നു. റിസൾട്ട് വന്നതിൻ്റെ രാത്രി ഉറക്കമൊന്നും വന്നില്ല. പിന്നെ ഓക്കെ വന്നു. പിന്നെ ഇപ്പോൾ പ്ലസ് ടു ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്ന വിഷയം ഏതൊക്കെയാണ്, ഇനി നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, +1 ഇപ്പം എനിക്ക് +1 മാർക്ക് എന്ന് പറയുന്നത്, ഞാൻ +1 തുടക്കത്തുള്ള കാര്യം പറയാം. എന്ന് വെച്ചാൽ നമുക്കറിയാം താമസമാണ് തുടങ്ങിയത്. ഞങ്ങൾക്കവിടെ തുടങ്ങിയത് ഏകദേശം ഓഗസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ കുട്ടനാട്ടുകാരനായിട്ട് ഞങ്ങളവിടെ എപ്പോഴും വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് ഓഗസ്റ്റിലാണ് തുടങ്ങി അത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ പഠിക്കാൻ എത്രയും ഗ്യാപ്പുള്ള വന്നുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ത്വര പോയി. പ്ലസ് പുതിയ ബുക്ക് പുതിയ സംഭവമൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ കാണുമെന്ന് പഠിക്കുന്ന സാധനമൊന്നും പഠിക്കാറില്ല. തുടക്കത്തിൽ 2 ദിവസത്തെ ആവേശം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി ഫിസിക്സിൻ്റെ ആ ഒരു മോഷൻ ഞാൻ പ്ലേ ചെയ്തെടുക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് മറ്റേ സംഭവമെല്ലാം പോയി. അങ്ങനെ എടുത്ത് തുടങ്ങി. അങ്ങനെ ചാപ്റ്റേഴ്സ് അധികം അങ്ങനെ കറക്റ്റുന്നില്ല. കെമിസ്ട്രി ആണെങ്കിലും കറക്റ്റുന്നില്ല. മാത്സ് പിന്നെയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്നാലും നമ്മളത്ര ഇതൊന്നും എനിക്ക് അടിയാവുന്നില്ല. പക്ഷെ ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്തു. എന്തിനാണ് ജോയിൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ പകുതിക്ക് വെച്ച് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കുറേ പെൻഡിങ് ക്ലാസ്സും സ്കൂളിലെ ക്ലാസ്സും പിന്നെ ഇവരുടെ ക്ലാസ്സും കൂടെ കൊണ്ടുപോകാൻ നല്ല മടിയായിട്ട് പിന്നെ അവരുടെ ക്ലാസ് കാണാൻ നിർത്തി. ഇടയ്ക്ക് വല്ലപ്പോഴും കാണും. അങ്ങനെ കണ്ട് എന്തിനാ അങ്ങനെ കണ്ടതെന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഓക്കെ അപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ ഓൺ എക്സാം വന്നു. ഓൺ എക്സാം അല്ല, ടേം എക്സാമായിട്ട് പോലെ ഞങ്ങളുടെ സ്കൂളിൽ ജസ്റ്റ് ഒരു എക്സാം നടത്തി. കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അപ്പം പിന്നെ അങ്ങോട്ട് സമയമില്ല. ഓക്കെ, ഇപ്പോൾ +2കാരുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയായിട്ട് ക്ലാസ്സൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം ക്ലാസ്സില്ലെന്നല്ല, ഒരു സബ്ജക്റ്റ് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഉച്ചവരെ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഭയങ്കര സ്വാഭാവികമായിട്ട് ഒന്നും പഠിപ്പിക്കാൻ കുറേ സാധനം കാണും. പഠിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ പഠിക്കില്ല. അങ്ങനെ 2 മാസം പോയി. 3ാമത്തെ മാസമായപ്പോൾ ഡിസംബറിലായി. ഒരു വക അറിയത്തില്ല. ഡിസംബർ എക്സാമിന് പോയി എഴുതി. ക്രിസ്മസ് എക്സാം പോയി എഴുതി. കെമിസ്ട്രിക്കാണ് 23 മാർക്ക് അറുപതി. പിന്നെ ഫിസിക്സാണെങ്കിൽ 36, പിന്നെ കമ്പ്യൂട്ടറിന് 36, മാത്സിന് 40. ആ ഒരു റേഞ്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കണക്ക് ഇംഗ്ലീഷിന് നല്ലപോലെ കുറഞ്ഞു. പറയാൻ പോലും പറ്റില്ല, അത് ഇത്രയും മോശം മാർക്കാണ് ഇംഗ്ലീഷിന്. പാസ്സായി, പക്ഷേ എന്നാലും നമ്മൾ വിചാരിക്കുന്ന അത്രയും മാർക്ക് കിട്ടുന്നില്ല. ഹിന്ദി പിന്നെ വലിയ സീനില്ലായിരുന്നു. അങ്ങനെ പോയി. ജനുവരി ആ റിവിഷൻ സീരീസ് വന്നു. എല്ലാ ചാനലുകാരും റിവിഷൻ സീരീസ് ഇട്ടു. അങ്ങനെ അത് കാണാൻ തുടങ്ങി. അടുത്ത ഒരാഴ്ച കണ്ടു, പിന്നെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ വന്ന് അങ്ങനെ എന്തൊക്കെയോ വന്ന് ഞാൻ ജനുവരി ഉഴപ്പി, ഫെബ്രുവരി ഉഴപ്പി. ഫെബ്രുവരി 15-ാം തീയതി തൊട്ട് മോഡൽ എക്സാം തുടങ്ങി. ഒരു വക അറിയത്തില്ല, പോയി പരീക്ഷ എഴുതി. അതിനിടയ്ക്ക് എനിക്ക് പനിയും പിടിച്ച് അങ്ങനെ ഒന്നും അറിയത്തില്ല, ഒന്നും പഠിക്കാനും പറ്റുന്നില്ല. ആകെ ഇതായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു എക്സാമിന് ഇപ്പം നല്ല മടുപ്പായി തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. മോഡൽ എക്സാം അങ്ങനെ പോയി. പിന്നെ ഒരാഴ്ചത്തെ ഗ്യാപ്പുണ്ട്. ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പ് കൊണ്ട് എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കണം. അങ്ങനെ പഠിച്ചു. കെമിസ്ട്രിക്കാണെങ്കിൽ നല്ല ഗ്യാപ്പ്, ഫിസിക്സിനും കെമിസ്ട്രിക്കും കമ്പ്യൂട്ടറിനും ഗ്യാപ്പുണ്ട്. പക്ഷേ കെമിസ്ട്രിക്ക് ഗ്യാപ്പില്ല. അപ്പോൾ കെമിസ്ട്രി ഞാൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. നല്ല ക്ലാസ്സസ് കണ്ടു. അതിൻ്റെ ഒപ്പം പഠിച്ചു. കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷേ ഫുൾ മാർക്ക് കിട്ടി ഗൈസ്. എനിക്ക് 73 മാർക്ക് റിസൾട്ട് വന്നപ്പോൾ കെമിസ്ട്രിക്ക് 80-ൽ 73 മാർക്ക്. ഞാൻ നല്ലപോലെ സങ്കടമായിപ്പോയി എനിക്ക്. പക്ഷേ ഞാൻ 78 പ്രതീക്ഷിച്ചു. എനിക്ക് 73 ഇനി അതുകൊണ്ട് ഫിസിക്സിലേക്ക് പോകാം. ഫിസിക്സിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഫിസിക്സ് വലിയ കാര്യമായിട്ട് പഠിച്ചില്ല. കാരണം എന്ന് പറയുന്നത്, കണക്ക് പരീക്ഷയായിരുന്നു. കണക്ക് പരീക്ഷ കഴിഞ്ഞ് ഭയങ്കര ഡെസ്പായി പോയി. കാരണം കണക്ക് 2 ദിവസം മുമ്പാണ് പഠിക്കാൻ തുടങ്ങി. പക്ഷേ പ്രതീക്ഷിച്ചായിരുന്നു A+
പോയി. പക്ഷേ ഒരു A+ൻ്റെ അടുത്തൊരു മാർക്ക് കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് 63 മാർക്കുള്ളൂ. സങ്കടമായി. പിന്നെ ഫിസിക്സ് ഞാൻ ഒന്നും തോറ്റിട്ടില്ല. ഫിസിക്സ് ചുമ്മാ പോയി പരീക്ഷ എഴുതുമായിരുന്നു. പിന്നെ തലേദിവസത്തെ ലൈവൊക്കെ കണ്ട് ചുമ്മാ പോയി പരീക്ഷ എഴുതി. അങ്ങനെ എഴുതി പരീക്ഷയ്ക്ക് പോയി. എനിക്ക് 72, ഫിസിക്സിന് 80-ൽ 72 മാർക്ക്, ജസ്റ്റ് A+. അപ്പം ഹിന്ദി പിന്നെ അറിയാമല്ലോ, എല്ലാവർക്കും A+ കിട്ടുന്നൊരു വിഷയമാണ്. അപ്പോൾ 94 മാർക്കുണ്ട്. ഫുള്ള് കിട്ടിയില്ല, കാരണം പരീക്ഷയുടെ തലേദിവസം ഇന്ന് പഠിച്ചാൽ ഒന്നും കിട്ടത്തില്ല. പിന്നെയുള്ളത് കമ്പ്യൂട്ടർ ഞാൻ തൊട്ടില്ലെന്ന് തന്നെ പറയാം. കാരണം മോഡൽ എക്സാമിന് പഠിച്ച സംഭവം അത്യാവശ്യം പകുതി മുക്കാൽ പോർഷനും തീർത്തായിരുന്നു. ഇത്തിരി പോർഷനും കൂടെ ഉള്ളതുകൊണ്ട് പരീക്ഷ തലേദിവസം ഇന്ന് പഠിക്കാമല്ലോ എന്നൊരു മൈൻഡ് സെറ്റിലോട്ട് വന്നു. അങ്ങനെ പഠിച്ചുകൊണ്ട് മാത്രം 68 മാർക്കും കണ്ടുണ്ട്. പക്ഷെ അതെനിക്ക് വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ ഒന്നും പഠിക്കാൻ പരീക്ഷ 68 മാർക്ക് കിട്ടി. അതെനിക്ക് +2 മേടിക്കാനുള്ള A+ ആക്കാനതേ ഉള്ളൂ. പിന്നെ എനിക്ക് വന്നത് കണക്ക് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കുള്ളത് കെമിസ്ട്രി പറഞ്ഞു, ഫിസിക്സ് പറഞ്ഞു. ഓക്കെ, ഇംഗ്ലീഷ് എനിക്ക് കൃത്യം 61 മാർക്ക്, 100-ൽ 61 മാർക്ക്. ഞാൻ ഭയങ്കര കരച്ചിലായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം എൻ്റെ മൊത്തം പെർസെൻറ്റേജ് ഇപ്പം 85% എനിക്കുള്ളത്. അതിൽ എനിക്ക് ഇംഗ്ലീഷിലൊരു 80 മാർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മിനിമം കറക്റ്റ് 90% ആയേനെ. ഈ 90% ആയേനെ കൃത്യം. അപ്പം അത്രയും മാർക്ക് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല പെർസെൻറ്റേജ് നല്ലപോലെ വലിച്ചു. ഞാൻ എന്തായാലും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറയാം. ഇംഗ്ലീഷ് എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷ മാർക്ക് തന്നെയാണ് കിട്ടിയെന്ന്? എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർക്ക് തന്നെ കിട്ടി. പിന്നെ കണക്ക് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കണക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത് A+ ആക്കണമെന്നുണ്ട്. A+ലെ ഫുൾ മാർക്ക് അടിക്കണമെന്നുണ്ട്. കാരണം മാത്സ് +1 മാത്സ് അത്യാവശ്യം എളുപ്പമാണ്. അപ്പോൾ +2-ലെ മാർക്ക് വരുമ്പോൾ +2-ലെ കൂടെ മാർക്ക് മേടിക്കാമെന്നേ ഉള്ളൂ സാറ് പറഞ്ഞു. പക്ഷേ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം ഞാൻ 80-ൽ 77 മാർക്ക് മേടിക്കണം. അത് നമുക്കൊരിക്കലും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ലാസ്റ്റാണ്, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പം +1-ലെ മാത്സ് എക്സാം പോലെ ആവുമോ +2-ലെ മാത്സ് എക്സാം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലോ എന്നോർത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം. ഇംഗ്ലീഷിന് A+ ആക്കാൻ നോക്കാം. ഇംഗ്ലീഷിന് അത്യാവശ്യം A+ഉം പിന്നെ കണക്കിന് ഫുൾ മാർക്ക് അടിക്കാനും നോക്കണം. പിന്നെ +2-ൽ ഫുൾ A+ അടിക്കണം എന്നൊക്കെ വെച്ച് സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്ന് പഠിപ്പിക്കുന്ന സാധനം അന്ന് പഠിച്ച് പോവുക എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം അത്യാവശ്യം നല്ല. ഞാൻ പിന്നെ വിചാരിച്ചു ഏതെങ്കിലുമൊക്കെ ബാച്ച് ജോയിൻ ചെയ്താലോ എന്നോർത്തു. ഫസ്റ്റ് തൊട്ട് ചോദിക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പം എക്സാമിന് ജോയിൻ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ എക്സാമിന് എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്, ഞാൻ ഭയങ്കര എതിർപ്പല്ലായിരുന്നു. എക്സാമിന് ഭയങ്കര ശോകമാണ് എന്നൊക്കെ പറഞ്ഞ്. ഗൈസ് ശ്രദ്ധിക്കാം, എനിക്ക് 10ാം ക്ലാസ്സിലുണ്ടായ അനുഭവമാണോ +2-ലുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് എല്ലാവരും പറയുന്നത്. 10-ലെ എന്നെ ഭയങ്കര മോശമായിരുന്നു. കാരണം അന്ന് സ്റ്റാർട്ടിങ് ആയിരുന്നു എക്സാം, സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഇതായിപ്പോയി. പ്രതീക്ഷ ഇത്ര ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റായത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ മാറ്റം വന്നുകൊണ്ട് ഞാൻ എക്സാമിന് ജോയിൻ ചെയ്യുന്നു. സാധാരണ എന്തുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യില്ലെന്ന് വെച്ചാൽ എന്തോ എനിക്കത്ര PYQs മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതൊന്നും എനിക്ക് ഇത് വെറുതെ ഒന്നും NCERT ഒന്നും അങ്ങനെ ചെയ്യിക്കുന്നില്ല. പക്ഷേ ഇവരെ കുറച്ചുകൂടെ NCERT ചെയ്യിപ്പിക്കുന്നുണ്ട് എക്സാമിനുകാർ. അപ്പോൾ അതുകൊണ്ടൊരു ട്രസ്റ്റിന് ഞാൻ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടെങ്കിൽ കമൻറ്റ് വന്ന് ട്രോൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിവേ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ +1 നിങ്ങൾക്ക് എത്ര മാർക്കാണേലും നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഒരു 90% വാങ്ങാൻ നോക്കുക. ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുക. 3 വിഷയത്തിൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങുക. കാരണം സെപ്റ്റംബറിൽ വെക്കുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം സെപ്റ്റംബറിൽ വെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ മാത്സ് എക്സാം ടഫായുണ്ട്. അതുകൊണ്ട് വാല്യുവേഷൻ അത്ര ലെവലൊന്നും അല്ലായിരുന്നു മാത്സ് എക്സാമിൻ്റെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം സെപ്റ്റംബറിൽ വെക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു 50-50 എന്ന് പറയാം. ജനുവരിയിലാക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ജനുവരിലല്ല, മാർച്ചിൽ എക്സാം, നമ്മുടെ +2 തന്നെ എക്സാം വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ പ്രശ്നം എന്ന് പറയുന്നത്
രണ്ടും പഠിക്കണം, രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ഡിസംബറിൽ തന്നെ നമ്മുടെ പ്ലസ് ടുവിലെ പോർഷൻ കവർ ചെയ്യണം. ജനുവരിയിൽ നമ്മുടെ പ്രാക്ടിക്കലും മോഡലൊക്കെ തുടങ്ങും, അപ്പോൾ അതും പഠിക്കണം. അതിനൊപ്പം തന്നെ പ്ലസ് വൺ റിവൈസ് ചെയ്ത് പോകണം. എനിക്ക് മാത്സ് പ്ലസ് വണ്ണിലെ മാത്സ് എനിക്ക് ഇംഗ്ലീഷാണ് നല്ല ടഫ്. കേസ് ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ മാത്സ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ എന്താ ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്ലസ് ടുവിന് ഫുള്ള് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നല്ലൊരു ടൈം ടേബിൾ വെച്ച് ഫോക്കസ് ചെയ്യുക. 4 മണിക്കൂറെങ്കിൽ മിനിമം നിങ്ങൾ പഠിക്കുക. 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ മിനിമം പഠിച്ചിട്ട് നിങ്ങൾ ഫുൾ മാർക്ക് അടിക്കാൻ നോക്കുക. എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് തന്നെ. കാരണം ഞാൻ എയിം ചെയ്ത് A+ ആയിരുന്നു, പക്ഷേ എനിക്ക് A+ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഫുൾ മാർക്ക് എയിം ചെയ്യുന്നതൊക്കെ എന്തായാലും മിനിമം ഒരു 2-3 മാർക്ക് നഷ്ടപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും പ്ലസ് വണ്ണിൻ്റെ ടോപ്പിക്ക് പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടാം കേട്ടോ.